നമസ്കാരം. ഇഡിയുടെ കാറിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ച കേസിൽ ഉൾപ്പെട്ട IP ബിനു പൊറുക്കാൻ പറ്റാത്ത ഒരു കൊടും പാതകം ചെയ്തിരിക്കുകയാണ്. മ്യൂസിയം സ്റ്റേഷനിൽ ഒപ്പിടാൻ പോയപ്പോൾ ഇന്ന് അവിടുത്തെ ഓണാഘോഷത്തിന്റെ ഭാഗമായി പോലീസുകാർ കെട്ടിയിരുന്ന ഊഞ്ഞാലിൽ ഒന്ന് ആടി ഒരു ഫോട്ടോ എടുത്തു. അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. പൊറുക്കാൻ പറ്റൂ? ഇത്രയും വലിയൊരു കൊടും കുറ്റകൃത്യം അദ്ദേഹം ഇന്ന് അവിടെ ചെയ്തിരിക്കുന്ന കണ്ടില്ലേ? പോലീസുകാർ ഒത്താശ ചെയ്തു കൊടുത്തു അത്രേ. ഓണക്കാലമാണ്, എവിടെ പോയാലും സംഭവിക്കാവുന്ന കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ കേസുകളിൽ പെടുന്നവർ അവർ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ ചെന്നപ്പോൾ അവിടെ ഒരു ഊഞ്ഞാല് കണ്ടു. ഊഞ്ഞാലിൽ ജസ്റ്റ് ഒന്ന് ആടി ഒരു വീഡിയോ എടുത്തു, അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അതിനോടൊപ്പം ചെണ്ട വെച്ച് അത് തട്ടുന്ന പോലെ കാട്ടി വീഡിയോ എടുത്തു. കാര്യം ഇന്നിപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷമായിരുന്നു. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുള്ളവർക്കറിയാം, സ്റ്റേഷൻ വളരെ ഇടുങ്ങിയ അവസ്ഥയിലായതുകൊണ്ട് ഒരു കോമ്പൗണ്ട് ഉണ്ട്, അതായത് മതിൽക്കെട്ടുണ്ട്. മതിൽക്കെട്ടിന്റെ പുറത്ത് അവർ അത്ത ഇട്ടിരുന്നു, അവരവിടെ ഒരു ഊഞ്ഞാല് കെട്ടിയിരുന്നു. പോലീസുകാർ അതെല്ലാം കെട്ടിയതിന് ശേഷം അകത്ത് ജോലിക്ക് പോയിരുന്നു. ഒപ്പിടാമെന്നവർ പുറത്ത് നിന്നപ്പോൾ ഒരു വീഡിയോ എടുത്ത് ചിത്രീകരിച്ച് അവരതിനെ ഒരു റീൽസ് ആക്കി ഇട്ടു. വലിയ പാതകമാണല്ലോ നമ്മുടെ നാട്ടിൽ. പക്ഷേ ചിലതിനെയൊക്കെ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പറയല്ലേ, ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമാണെന്ന് പറയില്ലേ. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ കൂടിയാണെങ്കിൽ, അതിൽ സംഘപരിവാറിന് താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരെ കേന്ദ്രീകരിച്ച് എങ്ങനെയൊക്കെ വിവാദം സൃഷ്ടിക്കാമെന്ന് കേരളത്തിലെ സംഘിത്തലയന്മാരായിട്ടുള്ള മാധ്യമങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ട. അതുകൊണ്ടാണ് ഇങ്ങനെ പൊടുന്നനെ ഒരു വലിയ വിവാദമായിട്ട് ഇതിനെ ഇറക്കി വിട്ടിരിക്കുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ പ്രവൃത്തി ചെയ്ത IP ബിനുവിന് പറയാനുള്ളതെന്ന് കൂടി നാട്ടുകാർ കേൾക്കണമല്ലോ. കാര്യം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുടെ ഒത്താശയോടുകൂടി എന്തോ ചെയ്തു എന്ന രീതിയിലാണ് ഇതിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് താല്പര്യമില്ലാത്ത ഏതോ ഒരു ഉദ്യോഗസ്ഥൻ ആ സ്റ്റേഷനിലുണ്ട്, അയാളെ കോൺട്രൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വിവാദത്തെ എടുത്ത് കത്തിച്ചുകൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന് പണി കിട്ടട്ടെ എന്ന തരത്തിൽ ഇമാതിരി ഊളത്തരത്തെ വാർത്ത എന്ന പേരിലെടുത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ CPM നേതാവായിട്ടുള്ള IP സംസാരിച്ചപ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം അറിയുന്നത്. നാട് കൂടി കേൾക്കണം, എന്നിട്ട് ചിന്തിക്കണം, ഇതൊരു മഹാ അപരാധമായിരുന്നു, ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു എന്ന് നാട്ടുകാർ തന്നെ ചിന്തിക്കാം. ശ്രീ IP ബിനു, അതെ ഒരു താങ്കളെ കുറിച്ച് ഈ സ്റ്റേഷനിൽ ഊഞ്ഞാലാടി എന്നൊക്കെയുള്ള ഒരു വാർത്ത പോകുന്നുണ്ട്. എന്താണ് അത് അവിടെ സംഭവിച്ചത്? എന്താണ് അതിന്റെ ഒരു നിജസ്ഥിതി? മാധ്യമങ്ങൾ വലിയ തോതിൽ അതൊരു സംഭവമാക്കി അവതരിപ്പിക്കുന്നുണ്ടല്ലോ. എന്താണെന്ന് അവിടെ മ്യൂസിയം സ്റ്റേഷനിൽ സംഭവിച്ചത്? അല്ല, അതിൽ നമ്മള് ശനിയാഴ്ച 10 മണി തൊട്ട് 11 മണിയുടെ സമയത്താണ് നമുക്ക് ഒപ്പിടേണ്ടത്. നമ്മൾ കൃത്യമായിട്ട് കോടതി പറഞ്ഞത് കൃത്യമായിട്ട് അവിടെ ഒപ്പിടാൻ വേണ്ടി നമ്മളെല്ലാവരും പോകുന്നുണ്ട്. ഇന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു ഓണ വൈബ് ആയിരുന്നു. അവിടെ അത്തപ്പൂക്കളുണ്ടായിരുന്നു, ഊഞ്ഞാലുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും മലയാളിയുടെ മനസ്സിനകത്തിലുണ്ടല്ലോ, അത് കൊച്ചുകുട്ടിയായാലും വലിയ ആളായാലും നമ്മൾ ഒരുമിച്ച് കുറച്ച് ആളുകൾ സുഹൃത്തുക്കൾ കൂടുമ്പോൾ ഊഞ്ഞാലാടണമെന്ന് തോന്നും, അത്തപ്പൂവിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് തോന്നും. അതിനപ്പുറത്തേക്ക് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുകയോ ഒന്നും ഇത് ചെയ്തിട്ടില്ല. അത് പോലീസ് സ്റ്റേഷന്റെ പുറത്താണ്, പൊതു സ്ഥലത്താണ്. അപ്പൊ സ്റ്റേഷനെല്ലാം ജനകീയ സ്റ്റേഷനുകളാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ സർക്കാരിനെ സംബന്ധിച്ച് ജനകീയ പോലീസ് സ്റ്റേഷൻ ആണല്ലോ എപ്പോഴും. അതുപോലെ നമ്മൾ രാഷ്ട്രീയ കേസിൽ സമരമുഖങ്ങളിൽ നിൽക്കുമ്പോൾ അത് രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി, അവർ സമരമുഖങ്ങളിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികം കേസ് വരും. പക്ഷെ നമ്മൾ ക്രിമിനൽസ് ഒന്നുമല്ലോ. ക്രിമിനൽ കേസിലെ പ്രതികളോ അങ്ങനെയുള്ള സമരമുഖത്തുള്ള ഭാഗമായിട്ടുള്ള കേസുകളാണ് വരുന്നത്. പക്ഷെ നമ്മളത് വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല. ഒരു ഓണത്തിന്റെ ഒരു വൈബ് എന്നുള്ളതിൽ മാത്രമാണ് നമ്മൾ ആ മനസ്സിനകത്ത് ഇത് കണ്ടത്. അല്ല വേറെ ദുരുദ്ദേശമോ വേറെ ഒന്നും മനസ്സിനകത്ത് ചിന്തിച്ചു പോലും ഇല്ല. ഇത് പക്ഷെ നമ്മൾ അവിടെ ഇതെടുക്കുമ്പോൾ പോലീസുകാരും ഇത് അറിയണമില്ല. പോലീസ് സ്റ്റേഷനിലാണല്ലോ, എല്ലാവരും പോലീസുകാരിനകത്തായിരുന്നു. നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്നാണ് ഈ വന്നു നിന്ന സമയത്ത് ഫോട്ടോയും വീഡിയോ എടുത്തത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് അവര് പോലീസുകാര് ധരിച്ചിരുന്ന അതേ വേഷത്തിൽ അല്ലെങ്കിൽ അതേ ഡ്രസ്സ് ധരിച്ചാണ് എത്തിയത് എന്നുകൂടി അവർ അതിന്റെ ഇടയിൽ പറയുന്നുണ്ടല്ലോ. അതെന്താണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? അങ്ങനെയല്ലേ. അതിനകത്ത് പ്രധാന വിഷയം നമ്മൾ 2 സഹാക്കൾ മെനിയാൻ തന്നെ കാണാൻ വന്നിരുന്നു. അവരപ്പോ ആലപ്പുഴയുള്ള സഹാക്കളാണ്. അവരപ്പോ ഒരു ഷർട്ട് കൊണ്ടുവന്നു, ഓണക്കോടി എന്നുള്ളതിൽ ഒരു. അപ്പൊ ഞാനിന്ന് ആ ഷർട്ടാണ് എടുത്തിട്ട് ഓണക്കോടി എന്നുള്ള ഓണം രാവിലെ എടുത്തപ്പോൾ ആ പുതിയ ഷർട്ട് ഇടാന്നുള്ളതിലാണ് ഇട്ടുപോയത്. പക്ഷെ അവിടെ ഇന്ന് ഓണാഘോഷത്തിന് പോലീസുകാർ ആ ഡ്രസ്സാണ് എന്നുള്ള ഒരു കളറിന്റെ ഇത് പറയാൻ പറ്റില്ല. നമ്മൾ സ്വാഭാവികമായിട്ട് അത് അവിടെ ചെല്ലുമ്പോഴാണ് ഇത് കാണുന്നത്. പക്ഷെ നമ്മൾ അതിന്റെ ഇടയിൽ പോയി നമ്മൾ അങ്ങനത്തെ ഒരു ഇത് വന്നതുമില്ല മനസ്സിലായി. ഡ്രസ്സിൽ അങ്ങനെ ഒരു ഇപ്പൊ ഇന്ന ഡ്രസ്സ് ധരിക്കാവുള്ളതെന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഞ്ഞാലാടാൻ പാടില്ല, ഡ്രസ്സ് ചെയ്യാൻ പാടില്ല, സമരമുഖങ്ങളിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഊഞ്ഞാലാടാൻ മറ്റേ കേസിൽ സമരമുഖത്തിന്റെ ഭാഗമായിട്ടുള്ള കേസ് വന്നു കഴിഞ്ഞാൽ ആ ആളുകൾ ഊഞ്ഞാലാടിക്കൂടാ, ചെണ്ട കൊട്ടിക്കൂടെ. ഞാനൊരു കലാകാരനും കൂടെയാണ്. ചെണ്ട കൊട്ട് 1 വർഷമായുള്ള എന്റെ അരങ്ങേറ്റം കഴിഞ്ഞിട്ട്
ഉം. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് സഹാക്കൾ പറഞ്ഞു അവിടെ അവരും ചെണ്ടോട്ടം കണ്ടിട്ടില്ല. ഉം. അപ്പൊ ഞാനത് പതുക്കെയാണ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും കേൾക്കണ്ടെന്ന് വെച്ച് ഇങ്ങനെ അണിച്ചിട്ട് ഞാൻ മതി അത് ശരിയല്ല എന്നുള്ളത് ഞാനങ്ങനെ ചെണ്ട ജസ്റ്റ് ഒന്ന് കൊട്ടി ഊഞ്ഞാലോടി, അത്രേ ഉള്ളൂ. ഒരു ഓണത്തിന്റെ വൈബ് അതേ മനസ്സിൽ കരുതിയിട്ടുള്ളൂ, അല്ല വേറെ ഒന്നും നമ്മളില് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പോയി ഒരു റീൽസ് എടുത്തതല്ല, ഇത് കണ്ടപ്പോ അവിടെ ഒരു റീൽസ് ആയിട്ട് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ വേറെ എവിടെയെങ്കിലും നമ്മൾ അവിടെ ചെന്നപ്പോ ആ ഓണത്തിന്റെ വൈബ് കണ്ടപ്പോ നമുക്കൊരു സ്വാഭാവികമായിട്ടും ഏത് മലയാളി ആയാലും ഇപ്പം മിസ്റ്റർ അരുൺ പോലും ഇപ്പൊ ഒരു ഓണം പരിപാടിയാണ് യാദൃശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോ ഒരു ഓണത്തിന്റെ കാണാൻ വേണ്ട ഫോട്ടോ എടുക്കാൻ തോന്നൂലേ? അത്തം കാണുമ്പോ അത് കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണം വരുമ്പോ ഒപ്പിടാൻ പോയ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് എന്തോ അവര് സൗകര്യം ചെയ്തു തന്നു, അവരുടെ പിന്തുണയോടുകൂടി ചെയ്തു എന്ന് വരുത്താനാണ് ശ്രമിക്കുന്നത്. അതിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ വലിയ എന്തെങ്കിലും ഒരു ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് ഒരു പങ്കില്ല, ഒരു പോലീസുകാർക്കോ ഒരു ഉദ്യോഗസ്ഥർക്കോ ഇതിനകത്ത് പങ്കില്ല. അവരൊന്നും ഇത് അറിഞ്ഞിട്ടുമില്ല. ഈ സാധനം എടുക്കണ ഈ ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കണം അവർ ശ്രദ്ധിച്ച പോലുമില്ല, അവർ കണ്ടിട്ടുമില്ല. അവരെല്ലാം അകത്തുള്ള സ്റ്റേഷൻ ഡ്യൂട്ടിയിൽ നിൽക്കാൻ ഏറ്റവും തിരക്കുള്ള സ്റ്റേഷനാണ് മ്യൂസിയം സ്റ്റേഷൻ. അറിയാലോ, ഓരോ വിഷയങ്ങളും ഓരോ ഇത് അവര് ഓണം ആഘോഷിക്കുന്ന പോലെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. കോമ്പൗണ്ടിന്റെ പുറത്താണ്, സ്റ്റേഷനകത്തല്ലത്. സ്റ്റേഷനകത്താണ് നമ്മളങ്ങനെ. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഊഞ്ഞാലാടി എന്താണ് അതിൽ തെറ്റ് സംഭവിക്കാൻ പോകുന്നത്? ഞാൻ ചോദിച്ചിട്ട് നമ്മൾ സമരമുഖങ്ങളിൽ നിന്നുള്ള സഹാക്കളാണ്, അല്ല പിടിച്ചു പറയും മോഷണവും വിലാസം ചെയ്ത കേസിലെ പ്രതികളല്ല നമ്മളാരും. ജനങ്ങൾക്ക് ശല്യമായിട്ടുള്ള ആളുകളല്ല. സമരമുഖങ്ങളിലാകുമ്പോൾ സമരങ്ങളിൽ പല പ്രക്ഷോഭ രീതികളും കാണും, അറിയാമല്ലോ, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും. അപ്പൊ അതിനെ വക്രീകരിച്ച് എന്താണ് അതിൽ കൂടുതലും BJPക്കാണ് ഏറ്റവും കൂടുതൽ ഇത് വർഗീയതയാണല്ലോ ഒരു പ്രധാന വിഷയം. ഇത് ഗുജറാത്ത് അല്ല, ഇത് കേരളമാണ്. അത് ആലോചിക്കണം. ഇത് ഏറ്റെടുത്തോണ്ട് മാധ്യമങ്ങൾ ഇതിന്റെ പുറകെ പോയതിനോട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആയതുകൊണ്ടാണ് അതിനെ വിവാദമാക്കുന്നത്. അത് ഉറപ്പായിട്ട്. കാര്യം വെച്ചാൽ നമ്മള് എന്താണ് ഏത് വിധേനയും താർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വാർത്തകൾ പടച്ചു വിടുന്നത്. ഇതിന്റെ പുറകില് വർഗീയത തന്നെയാണ്, സംശയമൊന്നും വേണ്ട. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇതിന്റെ പുറകിൽ BJP തന്നെയാണ്. ചില താല്പര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. അതെ. കേട്ടല്ലോ, ഇത്രയേ ഉള്ളൂ സംഭവവികാസം. അതിൽ ഡ്രസ്സ് പോലീസുകാരുടെ അതേ യൂണിഫോമിനെ പോലെ ധരിച്ചു അത്രേ. വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വന്നു, അവിടെ എത്തിയപ്പോൾ അതുമായിട്ടൊരു മാച്ചിങ് ആയിപ്പോയി. പിന്നെ കഥ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ, അത് പോലീസുകാരുമായിട്ടുള്ള ഒത്താശയുടെ ഭാഗമാണെന്നൊക്കെ അങ്ങ് പറഞ്ഞു വെക്കാമല്ലോ. അതിനോടൊപ്പം തന്നെ എപ്പോഴാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ റീൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ട് പുറത്തേക്ക് വന്നൊരു കാര്യമാണ്. അങ്ങനെ സ്വന്തം സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും റീൽസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് IP ബിനു എന്ന് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ റീൽസുകൾ എങ്ങനെയായിരിക്കും ചിത്രീകരിക്കാറുള്ളത്? ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ കാണുന്ന ഒരു സംഭവത്തെ അവിടെ വച്ച് ചിത്രീകരിച്ച് അങ്ങ് പോസ്റ്റ് ചെയ്യുന്നു, അതാണല്ലോ സംഭവിക്കാറുള്ളത്. അങ്ങനെ പോസ്റ്റ് ചെയ്തൊരു കാര്യം അതിനെ സംഭവ ബഹുലമാക്കിക്കൊണ്ട്, കാര്യം ഇത് ഏതെങ്കിലും ആലോചനയുടെ അടിസ്ഥാനത്തിലോ പോലീസിന്റെ സഹായത്തിലോ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? അല്ലെങ്കിൽ പോലീസുകാർ ചെയ്യാൻ അനുവദിക്കോ? ഇല്ലല്ലോ. അത് അദ്ദേഹത്തിന് തോന്നി, ചിത്രീകരിച്ചു, സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? വക്രീകരിക്കണം, വളച്ചൊടിക്കണം, ഒരു കഥയാക്കണം. പോലീസിൽ അവർക്ക് ഇരയാക്കേണ്ട വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത് കൊണ്ടുവന്ന് കണക്ട് ചെയ്യണം. ഇമാതിരി നെറുകേടിന്റെ പ്രവർത്തനവും ഇമാതിരി അലവലാതിത്തരത്തിന്റെയും പേരാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തനം. കാര്യം ഒരു വ്യക്തി ചെയ്ത പ്രവർത്തനങ്ങളെ എങ്ങനെയൊക്കെ ഒരു വീഡിയോ അദ്ദേഹം തന്നെ ചിത്രീകരിച്ചാൽ, ഇത് ആരും എടുത്ത് അയച്ചു കൊടുത്തതല്ല, അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ടതിനെ എടുത്ത് വളച്ചൊടിച്ച് വക്രീകരിച്ച് വാർത്ത എന്ന പേരിൽ ഓണക്കാലത്ത് ഇടതുപക്ഷക്കാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് വാർത്താ കച്ചവടം എങ്ങനെ നടത്തുന്നു എന്നതിനൊരു ഉദാഹരണമാണ് ആ വിഷയമെന്ന് IP ബിനുവിന്റെ പ്രതികരണത്തിൽ നിന്ന് ബോധ്യപ്പെടുകയാണ്.